ഈ പ്രഗ്നന്റ് ടെസ്റ്റ് നടത്തിക്കൊണ്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യലുണ്ട്. നമ്മൾ ചെയ്തപ്പോ എന്റെ അറിയ കേരളം കംപ്ലീറ്റ് കത്തിക്കൽ. ഹലോ, നമസ്കാരം. ഇപ്പോൾ യൂട്യൂബിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും തള്ളെ മോനെ മോനെ തള്ളെ എന്നുള്ള പ്രശ്നം ടി ഫാമിലീനെ അധിക്ഷേപിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇവർ തള്ളയാണോ മോനാണോ എന്നുള്ളതല്ല പ്രശ്നം. അവർ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. വളരെ വിഷമം തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം അതിൽ പേരെടുത്തിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തൊക്കെയാണ് അവരെക്കുറിച്ച് പറഞ്ഞു കൂട്ടുന്നത്. എന്തായാലും അവർ സമൂഹത്തിൽ നമ്മുടെയൊക്കെ കൂടെ ജീവിച്ചു പോകുന്ന ഒരാൾക്കാരാണെന്നുള്ളത് ഒരു ചെറിയൊരു ബോധമെങ്കിലും നമ്മൾ ആ പറയുന്നവരോട് കാണിക്കണം. അധിക്ഷേപിച്ച് പറയാനൊക്കെ വളരെ സുഖമാണ്. അവരുടെ പ്രശ്നങ്ങളും അവർ ചെയ്യുന്ന വീഡിയോകളും കണ്ടൻ്റാക്കിയിട്ട് പലരും അരി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ അരി തന്നെയാണ് എല്ലാവരും പ്രശ്നം. അവർ പറഞ്ഞാൽ എന്താണ് തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. ടി ഫാമിലെ ഷെമി ഗർഭിണിയായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് അത് അവരുടെ ഇഷ്ടമല്ലേ. ഇവിടെ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ നമ്മുടെ ഈ ലോകത്തും ഈ സമൂഹത്തിലൊക്കെ ഉണ്ട്. ഈ പ്രഗ്നന്റ് ടെസ്റ്റ് നടത്തിക്കൊണ്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യലുണ്ട്. നമ്മൾ ചെയ്തപ്പോ എന്റെ അറിയ കേരളം കംപ്ലീറ്റ് കത്തിക്കലായിരുന്നു. എല്ലാ ഭാഗത്തുനിന്നും നമ്മളെ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ബ്ലോഗിൽ കൂടി നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കലുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുമല്ലോ. അപ്പോ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു മെഷീനിൽ നമ്മൾ യൂറിൻ ഇട്ടിട്ട് ആ ടെസ്റ്റ് ആണല്ലോ നമ്മൾ കാണിക്കുന്നത്. അതിന് ഇത്രമാത്രം ഇങ്ങനെ കത്തിക്കാൻ മാത്രം എന്താണുള്ളതെന്ന് എനിക്ക് അറിയൂല. അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടത്തിനെ കണ്ടന്റ് ആക്കിക്കൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് പറയുന്നവരും അതുകൊണ്ട് അരി മേടിക്കാൻ തന്നെയാണ് ഇവ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു, ഇവരിതിനെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇടുകയാണ്, ഇവരുടെ ജീവിതം കുറേ പറഞ്ഞിട്ട് ഇടുകയാണെന്ന് പറഞ്ഞു. ഈ പറയുന്നവർക്ക് വേറെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ പോയിക്കൂടെ? അവർ ചെയ്ത കണ്ടന്റിൻ്റെ പിന്നാലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പിന്നാലെ കിടന്നിട്ട് അതിൻ്റെ പിന്നിൽ ബഹളടിച്ച് അവരെ കുറ്റം പറഞ്ഞ് അതാക്കിയിട്ട് ഇവരും അരി മേടിക്കുക. അവരുടെ കമൻറ്റുകളും അവരുടെ വീഡിയോസുകളും എങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ചൊറിയും കുത്തി വാലും വെച്ച് ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവരും സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർ 12 കൊല്ലത്തോളം അവർ കല്യാണം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഡൈവോഴ്സായിട്ട് നിന്നു പറഞ്ഞു. ഡൈവോഴ്സായിട്ട് അവർ ചീത്തപ്പേരുണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല. അവർ നല്ല രീതിയിൽ നടന്നു. പിന്നെ ഇവനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്നതിൽ ചിലപ്പോൾ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അവരെങ്ങാട്ടിയും വയസ്സിൽ കൂടിയ പെണ്ണിനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ നബീനെ കുറിച്ച് പരാമർശിക്കുന്നത് ഇതിലൊന്നും എടുത്തിടേണ്ട ആവശ്യമില്ല. നബിയുടെ കാലത്ത് യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും മറിഞ്ഞും മാറിയൊക്കെ വരും. അത് മനസ്സിലാക്കണം. ഈ പറയുന്നവർ അത് മനസ്സിലാക്കണം. അവർ നല്ല രീതിയിൽ ഈ പയ്യനെ വിവാഹം കഴിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവർ താമസിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവരെ പിന്നാലെ മെക്കിട്ടേറിയിട്ട് പറഞ്ഞിട്ടോ എന്ത് പ്രയോജനമുണ്ട്? ഇതിൻ്റെ ഒക്കെ പിന്നിലും ഈ പറയുന്നതിൻ്റെ പിന്നിലും കണ്ടൻ്റാണ്. ഇവരുടെ വീഡിയോ ഒക്കെ ഞെക്കുമ്പോഴും തൊടുമ്പോഴും ഒക്കെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് അതുമ്മ തോണ്ടി പൈസ ഉണ്ടാക്കും കുറേ ടീമുകൾ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവരും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നും അവർ ഇത്ര കാലം ഡൈവോഴ്സായിട്ട് നിൽക്കുന്നത് ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയതായിട്ട് വീഡിയോയിലും കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ല. പിന്നെ തള്ളയാണ് മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കിംവദന്തികൾ പറഞ്ഞുണ്ടാക്കി അതിൽ കാശുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. യൂട്യൂബ് പ്രസവമാണ്. യൂട്യൂബിൽ നടക്കാത്ത എന്താണ്? ഇത് പറയുന്നവന് നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ
എന്തൊക്കെ ഇവനും കമൻറ്റിന് ഒരു യൂട്യൂബിൽ കമൻറ്റ് വരുമ്പോൾ അതിനെ വിമർശിക്കാനും ഇതിനെ പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ പബ്ലിസിറ്റി ആയിട്ട് പബ്ലിക്കിൽ ഇതിൻ്റെ മുന്നിലൊക്കെ ഈ വീഡിയോസുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ നോക്കിയിട്ട് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചിന്തിക്കണം. അല്ലാതെ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദനിക്കാത്ത രീതിയിൽ വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുണ്ടാക്കാൻ. അവൻ ഉമ്മയുടെ പ്രായം ഉണ്ടെന്നും പിന്നെ അദ്ദേഹം അവരുടെ വീഡിയോസിൽ പറയുന്നുണ്ട്, ഇവളീ പറയുന്ന പോലെ ഒന്നല്ല വീട്ടിൽ എന്നിട്ട് അതിട് ഇതിട് എന്നൊക്കെ പറയും. ഇത് നേരെ തിരിച്ചാ. പുറത്ത് നല്ലോണം അതിപ്പോൾ എല്ലാവരും പറയും. നമ്മുടെ ഭാര്യമാരും പറയും, നമ്മുടെ ഉമ്മമാരും മക്കളും ഒക്കെ പറയും, സ്വന്തം മക്കൾ പറയും ഇപ്പോൾ ചെയ്തെടുത്ത് അല്ലെങ്കിൽ അതെടുത്ത് ഇതൊക്കെ പറയും. ഇതിനൊക്കെ അവൻ വളരെ കൂളായിട്ട് പറഞ്ഞ ഒരു സംഭവത്തിന് എടി മോനെ നീ ഉമ്മയുടെ പ്രായം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടി വരും, ചെയ്തേ പറ്റൂ. അവർ നല്ല വിവരമുണ്ട്, അവർ നല്ല പക്വതയുള്ള സ്ത്രീയാണ്, അവർ നല്ല ജീവിതം പഠിച്ചവരാണ്, നീ പഠിച്ചിട്ടേ വരണുള്ളൂ. ഇവനെ നന്നാക്കാൻ നടക്കലാണ് ഒരു പരിപാടി. ഇവനെ നന്നാക്കുന്നതോറും അവന് പൈസ ഉണ്ടാക്കിയിട്ട് അവൻ അവൻ്റെ കാര്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളും. അതായത് എല്ലാവർക്കും അറിയുന്ന പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ വീഡിയോകൾ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ അമേരിക്കയിലെ പൈസയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന വിദ്വാൻ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ആൾക്കാരുടെ ഫാമിലി വിഷയത്തിലാണെങ്കിൽ പോലും അതിനെ വിമർശിച്ച് പറയുന്നതൊക്കെ രസമുണ്ട്. പക്ഷെ തള്ളേ മോനെ തള്ളേ എന്നൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കുകയാണെന്ന് മറ്റുള്ളവർ കൂടി മനസ്സിലാക്കും. ഞങ്ങൾ കാണുന്ന ഒരു പൊട്ടന്മാരല്ല എന്നുകൂടി ഈ വീഡിയോസുകൾ ചെയ്യുന്നവർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇനി ലാസ്റ്റ് ഒരു ഘട്ടത്തിലാവും പറയുന്നതും അതും കൂടി ഒന്ന് കേട്ട് നോക്ക്, എന്താ സംഭവം എന്നുള്ളത്. ഇത് കേട്ടാൽ ഏത് ആൾക്കാർക്കും പ്രത്യേകിച്ച് അത് മനസ്സിലായിക്കോളൂ. എനിക്കെന്താ പറയാനുള്ളത്, ഷെമീന്റെ അടുത്ത കാര്യം വരരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഷെമീനെ പറ്റി കമന്റ് ഇവിടെ ഒരാൾ ഇട്ടരുത് അല്ലേ, അതല്ലേ അതന്നെ. ഇപ്പൊ വീട്ടിൽ സ്വൈര്യം ഉണ്ടാവില്ല. ഇനി ആ സ്വൈര്യക്കേട് ആക്കാൻ വിചാരിച്ച് നിങ്ങൾ കമന്റ് ഇട്ടാൽ ഞാൻ ആ സ്വൈര്യക്കേട് പോട്ടെ വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വൈര്യം ഉണ്ടാക്കിവിട്ടെ എന്നായിരിക്കും. കാരണം ഞമ്മക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാ അല്ലേ, അത്ര. അതെ അതെ അതെ, അവര് വേറെ ലെവലാണെന്ന്. ഈ ലെവല് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്, മനസ്സിലായോ? അവർ വേറെ ലെവലിൽ ഇരിക്കുന്നതാണ് മക്കളെ. അവരുടെ ലെവലുമ തൊട്ടിട്ടാണ് ബാക്കിയുള്ളവർ അരി എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ നടക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുക. പിന്നെ ഒരു കുടുംബമാണ്, അത് അവർ ജീവിച്ചോട്ടെ. കമൻറ്റും റിയാക്ഷൻ വീഡിയോയിലൊക്കെ നല്ലതാണ്, പക്ഷേ ആർക്കും മനസ്സ് വേദനിക്കാത്ത രീതിയിൽ ചെയ്യാൻ കൂടി പഠിക്കണം നമ്മൾ. അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ മോശം കമൻറ്റ് എഴുതുന്നവർക്കും കൂടി അവൻ പറയുന്നുണ്ട്, അതുകൂടി കേട്ടോ. അവൻ്റെ വലിയൊരു മനസ്സുകൂടി നമ്മൾ കേൾക്കണമല്ലോ, അതുകൂടി കേട്ടോളൂ കേട്ടോ. എല്ലാരോടും പറയുന്നത് അങ്ങനെ മോശം കമന്റുകൾ എഴുതുന്ന ആൾക്കാർ ഉണ്ട് പറയുന്നത്. പിന്നെ ഷെമിനോട് തള്ളക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ നോക്കാം. അപ്പൊ എന്റെ വൈഫാണ്, നിങ്ങൾക്ക് തള്ളാണെങ്കിൽ എനിക്കത് എന്റെ വൈഫായിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് കമന്റുകളൊക്കെ എഴുതുക. ഓക്കെ, അപ്പൊ ഏതായാലും ശുഭദിനം, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. ഒന്നു മോനെ, നീ സന്തോഷമായിട്ട് ജീവിക്കടാ. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, സൂപ്പറായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഒപ്പം പൈസ ഉണ്ടാക്കുക. നീ കാരണം ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊക്കെ നീ ഒരു മാതൃകയായിട്ട് വളരെ. ഓക്കെ, മാതൃക എന്ന് ഉദ്ദേശിച്ചതിന് പിന്നിൽ ഇനി കമൻറ്റ് ഇട്ട് വരണ്ട. എന്താണെന്ന് ഉദ്ദേശിച്ചത് നല്ലവർക്ക് മനസ്സിലാവും. ഓക്കെ.